ഹായ് ഫ്രണ്ട്സ്, ഡ്രീംസ് ക്യാച്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡ് സ്പെഷ്യലായിട്ടുള്ള ഒരു കക്കിരിക്ക പെരക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതാണ് കക്കിരിക്ക, അതായത് നമ്മുടെ സലാഡ് വെള്ളരി. ആദ്യം നമുക്ക് ഈ കക്കിരിക്ക ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തറിക്കുക എന്നാണ് പറയുക. ഞാനിതിൻ്റെ ഈ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കക്കിരിക്ക കഴിക്കും, അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ നേരത്തെ കാണിച്ച് കക്കിരിക്ക മൊത്തമായിട്ട് ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ചിലർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ചധികം ഉപ്പ് ചേർക്കും, അതിനുശേഷം കുറച്ച് സമയം വെക്കും. പിന്നീട് ഈ കക്കിരിക്ക പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാറ്റും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കക്കിരിക്ക കഷ്ണം നല്ല കറുമുറാന്നിരിക്കും. പിന്നെ ആ വെള്ളം തേങ്ങ അരക്കുന്ന സമയത്ത് അരക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം ഇതിൻ്റെ വെള്ളത്തിൽ നല്ല വിറ്റാമിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് വേസ്റ്റ് ചെയ്യും വേണ്ട. അപ്പോൾ ഞാനെന്തായാലും അങ്ങനെ വെള്ളം പിഴിഞ്ഞ് മാറ്റുന്നില്ല. അപ്പോൾ ഇന്ന് എക്സ്ട്രാ വെള്ളം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ജസ്റ്റ് ഒന്ന് കോരിയെടുത്ത് അരക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 1/2 കപ്പ് തേങ്ങ ചേർക്കാം. ഇനി 2 പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് കൂടെ ചേർക്കാം. പക്ഷേ അധികം കുത്തൽ വന്നു കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇനി ഈ കക്കിരിക്കയിൽ നിന്ന് വന്ന വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കാന്നേ. ഞങ്ങൾക്ക് മൊത്തമായിട്ട് തൈര് മാത്രം ചേർത്ത് അരച്ച് അതിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം അഡ്ജസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ട് ഇത് അരക്കാൻ പാടില്ല, ചെറിയ തെരുതെരുപ്പായിട്ട് വേണം അരക്കാൻ. ഇനി ഇത് നമുക്ക് കക്കിരിക്കയിലേക്ക് ചേർക്കാം. ഈ അരപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കിരിക്ക പെരക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ്സും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈരും ചേർക്കാം. ശരിക്കും ഇത് സദ്യക്കൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് വിളമ്പുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണിത്. അതേപോലെ തന്നെ ഇതിലേക്ക് താളിച്ചൊന്നും ഞങ്ങൾ ചേർക്കാറില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.